ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ രാവിൻ്റെ ഒക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് അമ്പലത്തിൽ പോവാണ്. ഇന്ന് ഇടയ്ക്കലാണ് പോകുന്നത്. ഗൈസ്, ലാവ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. സ്നേഹിത ഗൈസ് സ്നേഹ വരുന്നുണ്ട്. ഡ്രസ്സ് മാറ്റണം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് നമ്മൾ ഇടയ്ക്കൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളോട് സ്നിധിയും പിന്നെ സജിനേച്ചും ഞാനും അമ്മേച്ചും സ്മിയും പിന്നെ ആമിയെല്ലാം ഉണ്ട്, പിന്നെ ലാവിയുണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് ഗൈസ് പോകുന്നത്. ലാവി ഇതുവരെ ഇടയ്ക്കേ പോയിക്കില്ല. മാണിക്കോത്തും പള്ളിയാക്കിലൊക്കെ പോയിക്കെങ്കിലും ഇതുവരെ ഇടയ്ക്കേ പോയിക്കില്ല. അതിന് ആദ്യമായിട്ടാണ് ലാവി ഇടയ്ക്കേ പോകുന്നത്. നമ്മളെല്ലാവരും കൂടി നടന്നാണ് ഗൈസ് പോകുന്നത്. നമുക്ക് എടുത്തേലും നിൽക്കാതെ ഞങ്ങൾക്ക് നടന്നുണ്ടാവാം, നടന്നെടുക്കണം. സ്നിധീൻ്റെ പുതിയ ഡ്രസ്സ്, എൻ്റെ പുതിയ ഡ്രസ്സ്, പിന്നെ സ്നേഹൻ്റെ പുതിയ ഡ്രസ്സാണ്. ഫ്ലവറൊക്കെ നല്ല ഭംഗിയുണ്ട്. ലാവി എപ്പം ഇവിടെ വന്നില്ല. എന്തോ നോക്കുക ഗൈസ്, ലാവി ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. നല്ല ഭംഗിയില്ലേ രാവിലെ തന്നെ. ഗൈസ്, നമ്മൾ ആദ്യം മൊയിലോത്ത് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് അങ്ങോട്ട് ഇടയ്ക്കലോട്ടേക്ക് പോവാണ്. ലാവി ഞാൻ ഉണ്ട്. ലാവിയ മാം ബാക്കിലായിട്ട് ലാവിയ ലാവി ഫ്രണ്ട്സ്. അപ്പം നമ്മൾ വരുമ്പം തന്നെ മൊയിലോത്ത് അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മൊയിലോത്ത് അമ്പലത്തിൽ കയറി തൊഴുത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടയ്ക്കയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കയിലെത്താനായി. നമ്മൾ ഇടയ്ക്കയിലേക്ക് പോയി കൊടുക്കുകയാണ്. വാ പോരി പോരി നിൽക്കണ്ട. ശനിയാഴ്ച കാലത്ത് 5:30 നട തുറക്കൽ, 8 മണിക്ക് ഉഷപൂജ, തുടർന്ന് ഗൈസ്, നമ്മൾ ഇടയ്ക്കയിൽ എത്തിയതാണ്. ഇടയ്ക്കൽ അമ്പലം നമ്മൾ ചാടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇവിടെ രാവിലെ ചായണ്ട്. നാളെ ഉത്സവമുണ്ട്. ഉത്സവത്തിൻ്റെ കൊടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ചായണ്ട ആളുണ്ട്. ഗൈസ്, ലാവി എന്തിനോ കരയുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ കുറേ എടുത്ത ചിപ്പാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ചായക്ക് എന്തായിരുന്നു വെച്ചാൽ കടലക്കറി ഉപ്പുമാവായിരുന്നു. നമ്മളൊക്കെ കഴിച്ചിന് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മൊയിലോത്തമ്പലത്തിൽ പോകാം. ഗൈസ്, ഇതാണ് മൊയിലോത്തമ്പലം. നമ്മൾക്ക് അവിടെ നിന്ന് പായസമൊക്കെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ. അങ്ങോട്ടേക്ക് വരുമ്പോൾ അത്ര വെയിലായത്, പക്ഷെ അങ്ങോട്ടേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. ഗൈസ്, എന്ത് വെയിലാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത്ര വെയിലില്ല, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല വെയിലുണ്ട്. ഗൈസ്, നമ്മൾ വെയിലത്ത് നടന്നു വരുന്നു. നമ്മൾ കുറച്ച് നടന്നിട്ടുള്ള ഒപ്പിലേക്ക് നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഇട്ടേ. അവിടെ എങ്ങനെ ഓട്ടോറിക്ഷ ഇട്ടില്ല. അതിന് ആരും അമ്പലത്തിലേക്ക് ഏറ്റവും വിളിച്ചു പോയായിരുന്നു. അപ്പോൾ ഈ ഓട്ടോറിക്ഷ തിരിച്ച് നമ്മൾ ഈ ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വെയിലൊന്നും അധികം കൊള്ളാനുണ്ട. ലാവിന് അധികം വെയിലുള്ളിൽ കരുതുള്ളതുകൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷ ഇട്ട് സുഖമായി. പിന്നെ നമ്മൾ വീട്ടിലെത്തി. ലാവി എല്ലാവരോടും ടാറ്റൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാവിൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ലാവി എണീറ്റ്. ഗൈസ്, ഇപ്പം ഞാൻ ലാവിക്ക് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. എന്നിട്ട് അവൾ തന്നെ ഉണ്ടാക്കുകയാണ്. ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് സ്ട്രോബെറിയും പായ എടുത്തിട്ട് നന്നായിട്ട് ചീച്ചിട്ട് അതിലേക്ക് അമൃതം പൊടിയോട് ഇട്ടിട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ റെഡിയായിന് മാണിക്കോത്ത് അമ്പലത്തിലേക്ക് പോവാണ്. പനൊരു വരവ് നമുക്ക് കാണാൻ പറ്റിയായിരിക്കും. ഗൈസ്, നമ്മൾ മാണിക്കോത്ത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉച്ചയായൊരു സമയം കൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ എത്തി. അപ്പം നല്ല തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നിന് ശേഷമാണ് വരവൊക്കെ വന്നത്. പക്ഷേങ്കിൽ എനിക്കൊന്നും വീഡിയോ എടുക്കാനായില്ല. കാരണം ഞങ്ങൾ ബാക്കോട്ടായി പോയി. അവിടെ തന്നെ ഉണ്ടല്ലേ കുറേ ആൾക്കാർ നിന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വരി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കില്ല, ഈ വരിയാണിത്. ഇവിടുന്ന് തുടങ്ങി അവിടെ ബാക്കോട്ട് പോയി വളഞ്ഞ് വരണം. അപ്പം അമ്മ വരിയിൽ നിന്ന് പിന്നെ ഞാൻ ചോദിച്ചല്ലോ ഇവിടുന്ന് വരിയിലേക്ക് കയറി. പിന്നെയാണെന്ന് അറിയുന്നത് ഈച്ചക്കൊന്നും വരി കണ്ട കുഞ്ഞുള്ളതുകൊണ്ട് പേച്ചി പിന്നെ വേഗം മുന്നിലേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് ഗൈസ് മാണിക്കോത്ത് നമ്മൾ ബാക്കിൽ നിന്നാണ് വീഡിയോ ഒക്കെ. പിന്നെ നമ്മൾ ഫുൾ വരി നിന്ന്, അമ്മയാണ് ഫുൾ വരി നിന്ന്, ഞാൻ കുറച്ച് നിന്നിട്ടുള്ളൂ.
പിന്നെ ചോറൊക്കെ കഴിച്ച് ലാവി കഴിച്ച് മോൻ കഴിക്കുന്നുണ്ട്. പക്ഷെ ലാവി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഗൈസ് പിന്നെ നമ്മൾ ലാവിനെ തുലാഭാരത്തിലിരുത്തിയും നമ്മൾ ഇടയ്ക്ക് പരാടെ തുലാഭാരം പക്ഷെ ഇരുത്താനില്ല. അപ്പം നമ്മൾ ഇവിടെ തുലാഭാരത്തിലിരുത്തിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാവിക്കുന്ന വാങ്ങാൻ നോക്കി. പക്ഷെ ലാവിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ നാളെ ഇടയ്ക്കയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളൊരു കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി. ഗൈസ് ലാവി മുന്നൊന്നും ഇങ്ങനെ മാടി വിളിക്കുന്ന ഐസ്ക്രീമിനാണ് ഞാൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ ചേച്ചീൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഇങ്ങനെ മാടി വിളിക്കുന്ന ഗൈസ് ലാവി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഒരു വീട്ടിൽ കയറിയിരുന്നു. അവിടെ എന്നിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.